എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ തുല്യ ത്രികോണങ്ങൾ, അതായത് ഈക്വൽ ട്രയാങ്കിൾസ്, ആ ലെസണിലെ പേജ് 24 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ വശങ്ങളും കോണുകളും എല്ലാം തുല്യമായ ഒരു പഞ്ചഭുജത്തിന്റെ മുകളിലെ മുകളിലെ രണ്ട് വശങ്ങളും താഴോട്ട് നീട്ടിയതാണ്. മുകളിലെ രണ്ട് വശങ്ങളും താഴോട്ട് നീട്ടി എന്തുണ്ടാക്കിയിരിക്കുന്നു? ഈ രണ്ട് വശങ്ങൾ നീട്ടി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി ഉണ്ടോ? ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി, ഇവിടെ നിന്ന് അങ്ങോട്ട് നീട്ടി. അപ്പൊ നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? രണ്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. രണ്ട് ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നു. ചിത്രത്തിലെ ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിലെ ഇടതുവശത്തെ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളും വലതുവശത്തെ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾക്കും ഒരേ നീളമാണോ? എന്തുകൊണ്ട്? അപ്പം സമപഞ്ചഭുജം, അതായത് റെഗുലർ പെന്റഗണിന്റെ വശങ്ങൾ നീട്ടിയിട്ടാണ്. ഈ മുകളിലത്തെ രണ്ട് വശം ഇങ്ങോട്ട് നീട്ടി, താഴത്തെ ഈ രണ്ട് മൂലകളിൽ നിന്നും നീട്ടി, ഈ വശം അപ്പുറവും ഇപ്പുറവും നീട്ടി നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ്? ഇടതുവശത്തെ ത്രികോണവും വലതുവശം രണ്ട് ത്രികോണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഞ്ചഭുജത്തിന്റെ വലതുവശത്തും ഇടതുവശത്തും നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളുടെയും എന്താണ് ചോദിച്ചിരിക്കുന്നത്? വശങ്ങൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മനസ്സിലായോ? അപ്പൊ നമ്മള് സമപഞ്ചഭുജം നീട്ടി രണ്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. ഈ ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളം തുല്യമാണോ? വശങ്ങൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി. രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പം സമപഞ്ചഭുജം ആകുമ്പോൾ എല്ലാ വശങ്ങളും തുല്യം അല്ലെ? ഈ 5 വശങ്ങളും തുല്യം. നമ്മൾ ആദ്യം ഈ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതിനൊരു പേരൊക്കെ കൊടുക്കാം. എ ബി സി ഡി ഇ, ഇവിടെ നമുക്ക് പി എന്നും ഇവിടെ ക്യൂ എന്നും പേര് കൊടുക്കാം. സമപഞ്ചഭുജത്തിന് ABCD എന്നും നമ്മുടെ ത്രികോണത്തിന് ഇവിടെ ഈ അറ്റത്തെ പി എന്നും ഇവിടെ ക്യൂ എന്നും കൊടുത്തപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. BPC എന്ന ത്രികോണവും BPC എന്ന ത്രികോണവും EDQ എന്ന ത്രികോണവും കിട്ടി. ഇനി നമുക്ക് തെളിയിക്കേണ്ടതാണ് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് തെളിയിക്കണം. ഈ സമപഞ്ചഭുജം എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് എല്ലാ കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഓരോ കോണും നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഇത് എക്സ് ആണെങ്കിൽ ഈ കോണും എക്സ്, ഈ കോണും എക്സ്, ഇതും എക്സ്, ഇതും എക്സ്. അപ്പം നമുക്ക് ആദ്യം എഴുതാം, എന്താണ്? ABCDE എന്ന സമപഞ്ചഭുജത്തിൽ വശങ്ങളെല്ലാം തുല്യമായതിനാൽ കോണുകളെല്ലാം തുല്യമാണ്. അപ്പൊ ഓരോ കോൺ നമ്മൾ എക്സ് എന്നെടുക്കുകയാണ്. കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എക്സ് എന്നെടുക്കുകയാണ്. ഓരോ കോണും എക്സ് എന്നിരിക്കട്ടെ. ഓരോ കോണും എക്സ് എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് എക്സ് ഇവിടെ എല്ലാ കോണിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ത്രികോണത്തിൽ വരികയാണെങ്കിൽ ത്രികോണം
നമ്മൾ ആ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കും. ത്രികോണം ബി പി സിയും ത്രികോണം ഇ ഡി ക്യൂ. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടത്. എന്താണ് തെളിയിക്കേണ്ടത്? തുല്യ ത്രികോണങ്ങൾ. അപ്പം ഈ ത്രികോണത്തില് ഈ കോൺ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ രേഖീയ ജോഡികളാണ്. ഓക്കെ, ഒരേ വരയിലുള്ള രണ്ട് കോണുകളാണ്, അപ്പുറം ഇപ്പുറം വരെ രണ്ട് കോണുകൾ. അപ്പൊ രേഖീയ ജോഡികളാണ്. രേഖീയ ജോഡികൾ അനുപൂരകമാണ്. അപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വരും? 180 വരും. അത് നമുക്കങ്ങ് എഴുതാം. ത്രികോണം ബി പി സിയിൽ കോൺ എ ബി സി പ്ലസ് കോൺ പി ബി സി 180 ഡിഗ്രി. കാരണം എന്താണ്? രേഖീയ ജോഡി, ഒരേ രേഖയിൽ വരുന്ന കോണുകൾ, അവ അനുപൂരകമാണ്. രേഖീയ ജോഡികൾ അനുപൂരകമാണ്. അങ്ങനെയെങ്കിൽ ഈ കോണിന് ഇത് രണ്ടും കൂടെ 180 അല്ലേ? ഇവിടെ എത്ര വരും? എക്സ് വരും. അപ്പൊ ഈ കോൺ കണ്ടുപിടിച്ചൂടെ? എക്സ് പ്ലസ് കോൺ ബി പി സി സമം 180. Therefore, കോൺ പി ബി സി ഈക്വൽസ് 180 മൈനസ് എക്സ്. മനസ്സിലായല്ലോ? അതിനപ്പുറത്തും കൊണ്ട് ഞാൻ കുറച്ചു. 180 മൈനസ് എക്സ്. അതുപോലെ ഈ കോൺ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇതും രേഖീയ ജോഡികളല്ലേ? ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് മറ്റേ ത്രികോണത്തിലേക്ക് പോകാം. ഈ കോൺ കണ്ടുപിടിക്കാം. ത്രികോണം ഇ പി ക്യൂയിൽ കോൺ ഡി ഇ ക്യൂ പ്ലസ്, ആദ്യം ഈ ത്രികോണ മറ്റേതല്ലേ, അതുകൊണ്ട് ആദ്യം അങ്ങനെ തന്നെ ആയിക്കോട്ടെ, കോൺ എ ഇ ഡി പ്ലസ് കോൺ ഇ ഡി ക്യൂ ഡി ഇ ക്യൂ. തിരിഞ്ഞു പോരുത് കേട്ടാ. ഈ കോണിൽ നമുക്ക് ആവശ്യം ഡി ഇ ക്യൂ. അക്ഷരങ്ങൾ മാറിപ്പോയാൽ കോണുകൾ മാറിപ്പോകും. ഡി ഇ ക്യൂ സമം 180. അതും കാണുന്നതാണ് രേഖീയ ജോഡികൾ. അപ്പം എ ഇ ഡി എക്സ് ഡി ക്യൂ എ ഇ ഡി പ്ലസ് ഡി ക്യൂ സമം 180. Therefore, ഡി ക്യൂ സമം 180 മൈനസ് എക്സ്. നോക്കിക്കേ, നമുക്ക് ഡി ഇക്യു എത്രയെന്ന് കിട്ടി? 180 മൈനസ് എക്സ് എന്ന് കിട്ടി. അപ്പം ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് കിട്ടി. അപ്പം രണ്ടും 180 മൈനസ് എക്സ് ആണ്. നമുക്ക് എന്ത് എഴുതാം? രണ്ട് കോണുകളും തുല്യമാണ്. Therefore, കോൺ എ ബി അല്ല പി ബി സി, ഇതല്ലേ നമുക്ക് ആവശ്യം. കോൺ പി ബി സി ഈക്വൽസ് കോൺ ഡി ഇ ക്യൂ. അപ്പൊ രണ്ട് ത്രികോണത്തിലെ ഒരു കോണുകള് തുല്യമാണ് നമ്മൾ തെളിയിച്ചു. ഇതുപോലെ മറ്റേ കോണുകൾ നമുക്ക് തുല്യമാണെന്ന് തെളിയിക്കണം. ഇനി നമുക്ക് ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് തെളിയിക്കണം. ഈ കോണും എന്താണ്? ഈ കോൺ അല്ലേ? വീണ്ടും തുടങ്ങാം. ത്രികോണം ബി പി സി ത്രികോണം ഇ ഡി ക്യൂ. അപ്പം ഇതാണ്ടേ, ഇവിടെ ഒരെണ്ണം നമ്മള് തുല്യമാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്തും അതുപോലെ തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അതും ഇതുപോലെ തന്നെ ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ 180 മൈനസ് എക്സ്, ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ 180 മൈനസ് എക്സ്.
കാരണം എന്താണ്? രേഖീയ ജോഡി. കോൺ PCB ഈക്വൽ 180 മൈനസ് 6. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുക. 180 കുറച്ചങ്ങ് ഡയറക്റ്റ് എഴുതി. എന്താണ്? രേഖീയ ജോഡി. ഞാൻ ആദ്യത്തിൽ നമ്മൾ വിശദീകരിച്ച് എഴുതിയോണ്ട് ഇനിയും അത് വിശദീകരിച്ച് എഴുതണമെന്ന് ഇല്ല. ഇതുപോലെ നമുക്ക് ഈ ത്രികോണത്തിൽ എന്ത് എഴുതാം? രണ്ടാമത്തെ ത്രികോണത്തില് EDQ. Therefore, EDQ is also equal to അതും 180 മൈനസ് 6. 180 മൈനസ് 6. അതിൽ നമുക്ക് എന്താ? ഈ രണ്ട് കോണുകളും തുല്യമാണ്. Therefore, കോൺ PCB സമം കോൺ EDQ. ഇത് രണ്ടാമത്തെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പം രണ്ട് കോണുകള് ത്രികോണത്തിലെ തുല്യമാണെന്ന് കിട്ടി. ആദ്യത്തെ ത്രികോണത്തിലെ രണ്ട് കോണുകള് രണ്ടാമത്തെ ത്രികോണത്തിലെ രണ്ട് കോണുകളോട് തുല്യമാണെന്ന് കിട്ടി. പിന്നെ നമുക്ക് ഈ വശം നോക്കിയാലോ? BC എന്ന വശം, BC എന്ന വശവും D എന്ന വശവും തുല്യമാണ്. എന്തുകൊണ്ടാണ്? സമ പഞ്ചഭുജത്തിന്റെ വശങ്ങളാണ് അല്ലെ? സമ പഞ്ചഭുജം, സമ പഞ്ചഭുജം, സമ പഞ്ചഭുജത്തിന്റെ വശങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു വശവും ആ വശത്തിലുള്ള രണ്ട് കോണുകളും. നോക്കിക്കേ, ഒരു വശം ആ വശത്തിലുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ അതേപോലുള്ള വശവും ആ വശത്തിലുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. അപ്പം ഈ മൂന്ന് വസ്തുതയും വെച്ചിട്ട് നമുക്ക് എഴുതിക്കൂടെ? ഇത് മൂന്നാമത്തെ വസ്തുത. എന്താണ്? ഈ മൂന്നും ചേർത്തിട്ട് നമുക്ക് നമ്മൾ പഠിച്ച രണ്ടാമത്തെ തത്വം അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. 1, 2, 3 ഇവയിൽ നിന്ന്, ഈ മൂന്ന് സമവാക്യത്തിൽ നിന്ന് ത്രികോണം BPCയും ത്രികോണം EDQവും തുല്യ ത്രികോണങ്ങളാണ്. ഇനി ഇതങ്ങ് വേണമല്ലോ, തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ നമുക്ക് തുല്യ ത്രികോണങ്ങളാണെന്ന് കിട്ടി. എന്തുകൊണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. തുല്യമായ, അപ്പൊ ഈ ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട് മറ്റേ വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് വശങ്ങൾ എന്തായിരിക്കും? മൂന്നാമത്തെ കോണുകൾ തുല്യമായിരിക്കും. കൂടാതെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ത്രികോണങ്ങൾ തുല്യമായതിനാൽ നമുക്ക് എന്ത് എഴുതാം? ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്, ഇവിടെ തന്നെ എഴുതുക. അപ്പോ BPയുടെ നീളവും EQന്റെ നീളവും തുല്യം. BP സമം EQ. പിന്നെന്ത് കിട്ടും? PC സമം DQ. ഇപ്പൊ ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് നമുക്ക് വശങ്ങൾ എന്താ കിട്ടി? തുല്യമാണെന്ന് കിട്ടി. എന്താ കിട്ടി? വശങ്ങള് തുല്യമാണ്. BP ഈക്വൽ EQ, BP ഈക്വൽസ് EQ, PC ഈക്വൽസ്, കുറച്ചുകൂടെ കയറ്റി എഴുതാം, PC ഈക്വൽസ് PC DQ. ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. എന്താണ് സെക്കൻഡ് പാർട്ടിൽ? ഇത് ഫസ്റ്റ് ഒന്നും എഴുതിയില്ല, ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സെക്കൻഡ് പാർട്ട് APയും AQവും തുല്യമാണോ എന്നാണ്. AQന്റെ നീളവും APയുടെ നീളവും AQന്റെ നീളവും തുല്യമാണ്. അതാണ് നമ്മൾ ഇനി സെക്കൻഡ് പാർട്ടിൽ തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് സെക്കൻഡ് പാർട്ടില് ABയും AEയും ഈക്വൽ ആണ്. അല്ലാണ്ട് AB
സമ എ എന്താ സമപഞ്ചഭുജത്തിന്റെ വശങ്ങൾ അല്ലേ? സമ പഞ്ചഭുജം, സമ പഞ്ചഭുജം നീട്ടി എഴുതുന്നില്ല. സമപഞ്ചഭുജത്തിന്റെ വശങ്ങളായിട്ട് അവ തുല്യമാണ്. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ എന്താ കിട്ടിയത്? നമുക്ക് ബി പിയും ഇ ക്യൂവും തുല്യമാണെന്ന് ഇപ്പൊ തെളിയിച്ചല്ലേ ഫസ്റ്റ് പാർട്ടിൽ. ബി പി ഈക്വൽസ് ഇ ക്യൂ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പാർട്ടില് തെളിയിച്ചു. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് എഴുതുന്നത്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടാൻ പോവുകയാണ്. എ ബി പ്ലസ് ബി പി സമം എ ഇ പ്ലസ് ഇ ക്യൂ. ക്ലിയർ ആവുന്നുണ്ടോ? എ ഇ പ്ലസ് ഇ ക്യൂ. നമുക്ക് എ ബിയുടെ നീളത്തിന്റെ കൂടെ ബി പിയുടെ നീളം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? എ ബി കിട്ടും അല്ലേ? എ ബി ബി പി. അപ്പൊ ബി കോമൺ അപ്പ് നമുക്ക് ആൻസർ കിട്ടും എ പി കിട്ടും. അതാണ് എ ഇ എന്ന നീളത്തിന്റെ കൂടെ ഇത്രയും നീളം കൂടെ കൂട്ടിയാൽ മൊത്തം നീളം കിട്ടത്തില്ലേ? എ ക്യു എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? എ പിയുടെ നീളവും എ ക്യുവിന്റെ നീളവും തുല്യമാണെന്ന് കിട്ടി. അപ്പൊ ഇതാണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് രണ്ടാമത്തെ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്ത്. അപ്പം എ പിയുടെ നീളവും എ ക്യുവിന്റെ നീളവും എങ്ങനെയാണ് തുല്യമായ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചോദ്യം, അതായത് മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.